ഇവിടെ ഇപ്പോൾ വനിതാ സംവരണം നമ്മൾ ഇവിടെ ത്രിതല പഞ്ചായത്തിലടക്കം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് സീറ്റിലാണ് അത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരു വനിതാ സംവരണം എന്നൊരു ആശയം മുന്നോട്ട് വരുമ്പോൾ അത് നടപ്പിലാക്കണമെങ്കിൽ പുതുതായി സീറ്റുകൾ തന്നെ ഉണ്ടാക്കേണ്ടി വരുന്നു എന്നതിൽ തന്നെ ഒരു സ്ത്രീവിരുദ്ധ എലമെന്റ് ഉണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ നിലയിലേക്കാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു വശം. 2023 ബിൽ പാസ്സാക്കുമ്പോൾ 24 തെരഞ്ഞെടുപ്പിൽ തന്നെ അത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് പ്രതിപക്ഷ കക്ഷികൾ. അത് ഉണ്ടായതുമില്ല. അപ്പോൾ അത് അതിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമതായി ഈ പറയുന്ന ഫണ്ട് അലോക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. നിലവിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP-യിൽ ചേരുകയാണെങ്കിൽ കൂടുതൽ ഫണ്ട് കേരളത്തിന് തരാമെന്ന് പറഞ്ഞ BJP നേതാക്കളുള്ള രാജ്യമാണിത്. അപ്പോൾ അവിടെയാണ് ഈ പ്രോസസ്സ് വഴി വീണ്ടും ഫണ്ട് അലോക്കേഷനിൽ അടക്കം വലിയ കുറവ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കൂടി വരുന്നത്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് കൂടി ഉണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ കക്ഷികളോട് മാത്രമല്ല സംസ്ഥാനങ്ങളോടും സംസ്ഥാന സർക്കാരുകളോടും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇവിടെ BJP-യുടെ പ്രതിനിധി ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ചർച്ച തന്നെ ആവർത്തിക്കുകയായിരുന്നു. രണ്ടാം ഘട്ടത്തിലും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അദ്ദേഹം ഇവിടെ ആവർത്തിച്ച് എല്ലാവരെയും വെട്ടിലാക്കാൻ പരിശ്രമിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയത് 84-ലെ ഭരണഘടനാ ഭേദഗതിയാണ്. ആ 84-ലെ ഭരണഘടനാ ഭേദഗതി എന്തിനാണ് ഉണ്ടായത്? 50-ലെ ഭരണഘടന നടത്തിക്കൊണ്ട് പോയാൽ പോരായിരുന്നു നമുക്ക്? എന്തിനാണ് ഒരു ഭരണഘടനാ ഭേദഗതി? 84 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 40 വർഷമായി. 40 വർഷത്തിന് മുമ്പുള്ള ഭരണഘടനാ ഭേദഗതിയിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നെങ്കിൽ 50-ലെ ഭരണഘടനയെ ഉറച്ചു നിന്നാൽ പോരെ? 50-ലെ ഭരണഘടനയ്ക്കകത്ത് സ്ത്രീ സംവരണം പറയുന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ പാർലമെൻറ്റിൽ ഇപ്പോൾ ഈ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ 50കളിൽ നമുക്ക് സ്ത്രീ സംവരണം പറയാൻ ഭരണഘടനയ്ക്കകത്ത് പറ്റിയില്ല. ഭരണഘടന എന്ന് പറയാൻ ഒരു വഴികാട്ടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മതഗ്രന്ഥത്തിന് തുല്യമായി പരിഗണിക്കുന്ന ഒന്നല്ല. കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണം. അപ്പോൾ 84-ലെ ഉറച്ച് അദ്ദേഹം നിൽക്കേണ്ട കാര്യമില്ല. അത് ജനങ്ങളുടെ ജനസംഖ്യ ആനുപാതിക ക്രമത്തിലാണെങ്കിൽ പുതിയ കാലത്ത് അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്നുള്ള സമവായത്തിലേക്കാണ് പോകേണ്ടത്. അതിനാണ് പ്രതിപക്ഷ കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒട്ടും പിന്മാറാൻ തയ്യാറില്ല. എന്തുകൊണ്ടാണ്? ജനസംഖ്യാനുപാതികമായിട്ട് എടുത്തു കഴിയുമ്പോൾ പശു ബെൽറ്റിലേക്ക് അത് കൂടുതൽ കേന്ദ്രീകരിക്കും, നോർത്ത് ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിക്കും. അപ്പോൾ BJP-ക്ക് ബാലികാറ മലയാണ് ദക്ഷിണേന്ത്യ. ആ ദക്ഷിണേന്ത്യ അവരുടെ കൂടെ നിന്നില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് നോർത്ത് ഇന്ത്യ കിട്ടിയാൽ മതി. ഒന്നത്. രണ്ടാമത്, ഈ 885 എന്നുള്ള പാർലമെൻറ്റ് മന്ദിരത്തിലെ സീറ്റിൻ്റെ കണക്കെന്തുവാ? അതിനകത്ത് ഒരു ആർക്കിടെക്ചറൽ വ്യൂ എന്തുവാ? എന്താ ഈ 885-ൻ്റെ പ്രത്യേകത? മനസ്സിലായി കാണുമല്ലോ. അതായത് ഭാവിയിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച മണ്ഡല പുനർനിർണയത്തിൻ്റെ സീറ്റിൻ്റെ എണ്ണം അവരുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർലമെൻറ്റിലെ സീറ്റിനെ അവർ ഇങ്ങനെ നിജപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ 750 പോരായിരുന്നോ? അല്ലെങ്കിൽ 800 പോരായിരുന്നോ? അല്ലെങ്കിൽ 1000 മതിയായിരുന്നോ? ഇങ്ങനെയൊക്കെ നമുക്ക് കണക്കൂട്ടി നോക്കിടാം. എന്താ 885 അല്ലെങ്കിൽ 880 കഴിഞ്ഞുള്ള ഒരു നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ആ നമ്പർ അവർ നേരത്തെ കണക്കൂട്ടി വെച്ചതാ. ഇനി ഈ 880 അംഗങ്ങളുള്ള ഒരു പാർലമെൻറ്റ് എങ്ങനെയാണ് സമ്മേളിക്കുന്നത്? ഇവിടെ വളരെ വ്യക്തമായി ഇടതുപക്ഷ പ്രതിനിധികളുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന സഖാവ് MA ബേബി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചത് പാർലമെൻറ്റ് ഒരു ആൾക്കൂട്ടമായിട്ട് മാറ്റാൻ പറ്റുമോ? ഇപ്പം തന്നെ അക്രാമക സ്വഭാവത്തിലേക്കാണ് അവർ ഓടിയെടുക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ചെല്ലുന്ന കുറച്ച് ആളുകളെ, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ചെല്ലുന്ന അപൂർവം ചില ആളുകളെ വെച്ചിട്ട് ഇവർ പാർലമെൻറ്റിനകത്തങ്ങ് വളയും. 10-600 BJP MPമാർ വളയാനിരിക്കുകയാണ് ഇവർ. എന്നിട്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. അക്രമ സ്വഭാവത്തോടു കൂടി പാർലമെൻറ്റിൽ നിയമം അംഗീകരിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇനി ആനുപാതിക ക്രമത്തിലാണെങ്കിൽ, ജനസംഖ്യാനുപാതിക ക്രമത്തിലാണെങ്കിൽ കേരളത്തിന് തരേണ്ടുന്ന വിഹിതം 3.9%. 4% പൊതുവെ കേരളത്തിലെ ജനസംഖ്യാനുപാതം. തരുന്നത് 1.9%. എൻ്റെ BJP നേതാവേ, എന്തുകൊണ്ടാണ് ഈ ജനസംഖ്യാനുപാതം കേരളത്തിൽ ഫണ്ട് തരുന്നതിന് നിങ്ങൾ ഉപയോഗിക്കാത്തത്? എന്താ? നേരെ മറിച്ച് അത് 1.9% നിതി ആയോഗും മറ്റ് സംവിധാനങ്ങളും എല്ലാം തീരുമാനിച്ചതിന് ശേഷവും, അല്ലെങ്കിൽ കേന്ദ്ര പ്ലാനിംഗ് സംവിധാനം തീരുമാനിച്ചതിന് ശേഷവും ആ പൈസ നമുക്ക് തരുന്നില്ല. അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാവിയിലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അതൊരു കാരണമായിട്ട് അവർ പറയുന്നത് അനുവാദത്തിൻ്റെ കാര്യത്തിൽ ശരിയായൊരു കാര്യമല്ല. ഇനിയുള്ളത് ഇവർക്ക് ഈ ബില്ലിൽ കാണിക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണ്. ആ ജനാധിപത്യ മര്യാദ ഇവർ പറയുന്നു 2 വർഷം എടുക്കും. ഇതെല്ലാം കൂടി കമ്മീഷനെ വെച്ച് നിശ്ചയിച്ച് പരിശോധിച്ച് പരിഹരിച്ചൊക്കെ വരാൻ 2 വർഷം എടുക്കും. അപ്പോൾ ഈ വനിതാ സംവരണം 2023 പാസ്സാക്കിയ വനിതാ സംവരണ ബില്ല്, നിലവിൽ വനിതാ സംവരണ ബില്ല് ഇന്ത്യ രാജ്യത്ത് പാസ്സാക്കിയിട്ടുണ്ട്. ആ പാസ്സാക്കിയ ബില്ല് ഭാവിയിൽ ഒരു സമയത്ത് നടപ്പിലാക്കാനാണെങ്കിൽ 2023 പാസ്സാക്കണ്ട. അപ്പോൾ 2003
24 ഇലക്ഷനെ നേരിടാനായിരുന്നു അത്. ഇപ്പോൾ രണ്ടാമത്തെ ഇലക്ഷൻ നേരിടാനാണത്. നിങ്ങൾ അത് മാറ്റിവെച്ചിട്ട് വനിതാ സംവരണത്തിനെതിരാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം എന്ന് വരുത്തി തീർക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ സാധാരണ അമിത്ഷാ പോക്കറ്റിൽ നിന്നൊരു തുണ്ട് പേപ്പർ എടുത്തിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. അതുപോലെ നാളെ പോക്കറ്റിൽ നിന്ന് ബില്ലെടുത്തിട്ട് നിലവിലുള്ള 543 സീറ്റിനെ 181 സീറ്റ് വനിതകൾക്കായി റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ പാർലമെന്റിലെ മുഴുവൻ ആളുകളും കൈയടിക്കും. ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും മധ്യവർത്തികളും സോഷ്യലിസ്റ്റുകാരും എല്ലാവരും കൈയടിക്കും. ഇന്ത്യൻ ജനതയെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല, കൃത്യമായിട്ട് ചെയ്യും. പിന്നെ അതെങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത്? അത് നറുക്കെടുക്കലാണോ അതോ വനിതകളുടെ ജനസംഖ്യ കൂടുതലുള്ളിടത്ത് വെച്ച് പരിഹരിക്കലാണോ? ഏതും ചെയ്യാം. അതൊരു സമവായത്തിലൂടെ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതെന്താ ചെയ്യാത്തത്? അതിനു പകരം പാർലമെന്റിലുള്ള സീറ്റിൽ കൂടുതൽ സീറ്റ് വന്നാൽ ഞങ്ങൾ വനിതയെ അക്കോമഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഔദാര്യമാണോ അത്? കൂടുതൽ സീറ്റ് വന്നാൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാം വനിതകളെ എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? ഇപ്പം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറ സാർ, നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ മതി. ഈ 543-ൽ 181 നടപ്പിലാക്കുന്നതിന് തടസ്സം എന്തുവാ? അത് നിങ്ങളങ്ങ് പറ. അങ്ങനെ തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് തടസ്സം പറയാൻ പരിശ്രമിക്കുന്നെങ്കിൽ എന്തിനാണ് 23-ൽ ബില്ല് പാസ്സാക്കിയത്? ഈ രണ്ട് ചോദ്യത്തിന് അങ്ങയുടെ സമയം വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിന് പകരം ബാക്കിയുള്ള ഏർപ്പാടുകളൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. വനിതാ സംവരണം എന്നുള്ളത്, ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം, നിയമത്തിലൂടെ അല്ലാതെ ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല. സാമൂഹികമായ ഒരു ആവശ്യം ഉയർന്നു വരികയും നിയമം കൊണ്ട് ഇതിനെ പരിഹരിക്കുകയും വേണം. നിയമം ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ സംവരണം ഇല്ലായിരുന്നെങ്കിൽ ഈ പിന്നാക്കക്കാരുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്ത്യ രാജ്യത്ത് പട്ടികജാതിക്കാരുടെ അവസ്ഥ എന്താകുമായിരുന്നു? അതുകൊണ്ടാണ് ഭരണഘടനയിൽ അതിനൊരു റിസർവേഷൻ ഏർപ്പെടുത്തിയത്. ആ റിസർവേഷനെ ആത്യന്തികമായിട്ട് പലരും ഉള്ളിൽ എതിർക്കുന്നവരുണ്ട്, ചിലർ പുറമേ എതിർക്കുന്നവരുണ്ട്, അങ്ങനെ പല രൂപത്തിൽ അതിനെ സമീപിക്കുന്നവരുണ്ട്. വനിതാ സംവരണം എന്നുള്ളത് നിയമത്തിലൂടെ സാധ്യമാകൂ. ഇല്ലെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താം. നിങ്ങൾ എത്ര വനിതകളെ കൊണ്ടുവന്നു, മറ്റവരെത്ര കൊണ്ടുവന്നു, നിങ്ങൾ എത്ര പേരെ, ഇങ്ങനെയൊക്കെ പറയാവുന്നുള്ളതേ ഉള്ളൂ. നടപ്പിലാകണമെങ്കിൽ നമുക്ക് അതിൽ ഒരു സംവരണം വേണം. കേരളത്തിൽ നോക്കൂ, 33% നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കേരളത്തിൽ അത് 50%. ആദ്യമായിട്ട് കേരളത്തിലെ LDF ഗവൺമെൻറ് 50% ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ പലരും കേട്ടിട്ടുണ്ട്. പരമ്പരാഗതമായി പല ചിന്താഗതിക്കാരും ഈ 50% വനിതകളെ റിസർവേഷൻ കൊടുത്തപ്പോൾ ആക്ഷേപിക്കുകയുണ്ടായി. എവിടുന്ന് കൊണ്ടുവരും വനിതകളെ? എന്താ ചോദ്യത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്? എന്താ? വനിതകൾ രാഷ്ട്രീയ രംഗത്ത് കുറവാണ്, സജീവതയില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ധാരാളമായി കാൽനട യാത്ര നടത്തുമ്പോൾ ഈ കശുവണ്ടി ഫാക്ടറിയിലോ, ഞാൻ കൊല്ലത്താണല്ലോ, അപ്പോൾ കശുവണ്ടി ഫാക്ടറിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കയർ മേഖലയിലോ പണിമുടക്കുള്ള ദിവസമേ അല്ലെങ്കിൽ അവിടെ അവധിയായ ദിവസമാണ് ഈ കാൽനട പ്രചരണ ജാഥ നടത്തേണ്ടി വരിക. എന്താ കാര്യം? കശുവണ്ടി തൊഴിലാളികളായിട്ടുള്ള വനിതകളോ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവരോ മാത്രമേ ഈ ജാഥയ്ക്ക് വരികയുള്ളൂ. ഇടത്തരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള മറ്റ് സ്ത്രീകൾ ഈ ജാഥയ്ക്ക് വരുമായിരുന്നില്ല. എന്നാൽ ഇപ്പൊ നോക്കൂ, കേരളത്തിൽ 50% റിസർവേഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് കേരളത്തിലെ കുടുംബശ്രീ. 47 ലക്ഷം സ്ത്രീകൾ കേരളത്തിൽ ഇന്ന് ഞായറാഴ്ച ദിവസം അധ്യക്ഷത വഹിക്കുകയും സ്വാഗത പ്രസംഗം നടത്തുകയും ഉദ്ഘാടനം നടത്തുകയും വില്ലേജ് ഓഫീസിൽ പോവുകയും പഞ്ചായത്തിൽ ഇടപെടുകയും ഭരണതലങ്ങളിൽ ഇടപെടുകയും ഗവേൺസിന്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഈ 50% റിസർവേഷൻ വന്നതിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് റിസർവേഷൻ എന്നുള്ളത് അങ്ങേയറ്റം വേണ്ടുന്ന ഒരു അനിവാര്യമായ കാര്യമാണ്. എന്നാൽ അത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടുന്ന ഒരു സംവിധാനമായിട്ട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.